അനുസ്മരിക്കുന്ന വേദികൾ അനുഗ്രഹീതമാണ്. നമ്മളുടെ മഹാന്മാരെ അനുസ്മരിക്കുന്ന ഉറൂസ് സദസ്സ്, ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കല്യാണ ഉറൂസിന് പോകാൻ, അതുപോലെ നമ്മുടെ ഉറൂസിന്റെ സദസ്സുകൾ, നമ്മുടെ നേർച്ചയുടെ സദസ്സുകൾ, അനുസ്മരണ സദസ്സുകൾ, അവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനയുടെ കീഴിൽ അത് നടക്കുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിക്കുന്ന മഹല്ല് കമ്മിറ്റികളുടെ പേരിൽ നടക്കുമ്പോൾ, അവിടെ ഒരിക്കലും തമ്മാടിത്തവും തോന്നിവാസവും തെറ്റായ പ്രവർത്തനങ്ങളും ഉണ്ടാവില്ല. തിരൂർ പുതിയങ്ങാടി ജാറെന്നൊരു ജാറുണ്ട്. അവിടെ ഞാൻ പഴയ കാലത്ത് പോയി പ്രസംഗിച്ചിരുന്നു. എന്താണ് അവിടെ ഒരു ഉറൂസ് അല്ലെങ്കിൽ നേർച്ച എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കും. എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. ഒരിക്കലും ഇസ്ലാമിനോട് യോജിക്കാത്ത പരിപാടി. അതിനെതിരെ ശക്തമായി വളരെ നല്ല ആശയങ്ങൾ പറഞ്ഞ് നമ്മുടെ മുൻഗാമികളായ സമസ്ത കേരള ജമിയത്തുലമയുടെ ഉലമാക്കൾ പഴയ കാലത്ത് പ്രമേയം അവതരിപ്പിച്ച് അത്തരത്തിലുള്ള എല്ലാ ദുരാചാരങ്ങളും മഖ്ബറുകളുടെ സമീപത്ത് നടത്തുന്നവരുണ്ടെങ്കിൽ അവർ നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ആലിമീങ്ങൾ അന്ന് പറഞ്ഞ പ്രമേയം അടക്കം അവതരിപ്പിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കളോട് അദബ് കാണിക്കണം, അവരുടെ മുമ്പിൽ വന്ന് തോന്നിവാസം ചെയ്യാൻ പാടില്ല, ഒരിക്കലും തല്ലുണ്ടാക്കാൻ പാടില്ല. എന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലുണ്ടാക്കാൻ പാടുണ്ടോ? ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ പിന്നെ അള്ളാന്റെ വീടായ പള്ളിയിൽ വന്ന് തെറ്റ് ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ തെറ്റൊരിക്കലും പാടില്ല. അക്കൂട്ടത്തിൽ തെറ്റായ കാര്യങ്ങളൊക്കെ ഔലിയാക്കളെ മഖ്ബറയുടെ സമീപത്ത് വന്നിട്ട് ചെയ്താൽ ആ ഔലിയാക്കളുടെ പൊരുത്തക്കേട് ലഭിക്കാനും ഔലിയാക്കളുടെ എല്ലാ പൊരുത്തക്കേടും സമ്പാദിക്കാനും അല്ലാതെ അതുകൊണ്ട് ഒരു ഫലവും കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ പഴയ കാലത്ത് അവിടെ പോയി പ്രസംഗിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്ന് അവിടെ എന്തോ ഒരു പറഞ്ഞ നേർച്ച എന്ന് പറഞ്ഞ് കുറെ പാടില്ലാത്ത പരിപാടികൾ നടത്തുമ്പോൾ കുറെ ആനനെ കൊണ്ടുവന്നു തോന്നുന്നു. എത്ര ആനയാന്ന് എനിക്കറിയില്ല. ആ ആന ഒന്ന് ഇടഞ്ഞി അങ്ങനെ കുറെ ആളെ ചവിട്ടി. ചിലര് മരിക്കാനായതുണ്ടാവും, മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തെല്ലാമോ അവിടെ സംഭവിച്ചു. ചിലപ്പോൾ ഇടഞ്ഞപ്പോൾ സംഭവിച്ച അപകടം സംഭവിച്ച നിരപരാധികൾ അതിലെ വഴി പോകുന്നവരും ആയിക്കൂടാന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോ അതിനെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ എതിർക്കുകയും അത് പാടില്ലെന്ന് പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് ദഅവത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അവിടെ തന്നെ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അന്നതിന് കൂട്ടുനിന്നിരുന്ന ചിലരൊക്കെ എന്റെ പ്രസംഗം കേട്ടിട്ട് അതിൽ പിന്മാറിയിട്ടുണ്ട്. എന്നാലും ജനങ്ങൾക്ക് വലുത് എന്താണ്, അങ്ങനെ ഒരു നേർച്ച നടത്തിയാൽ അവിടെ കുറെ ചന്ത നടക്കൂലേ, അപ്പൊ കുറെ പൈസ കിട്ടൂലേ, അപ്പൊ കുറെ കച്ചവടം ചെയ്തൂടെ, അപ്പൊ പിന്നെ കുറെ കാര്യം കിട്ടൂലേ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടി ആഖിറം മറന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഇത്തരം ചില ഭവിഷ്യത്ത് വരുമ്പോ വേഗം പറയും, കണ്ടോ സുന്നികളെ നേർച്ചക്ക് ആന ഓടി കുറെ ആളെ ചവിട്ടി. സുന്നികളെ നേർച്ച ഒന്നല്ല, ആന അതുപോലെ തന്നെ ആനൽ കൊണ്ട് ചവിട്ടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഫാത്തിഹ ഓതണം, യാസീൻ ഓതണം, ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, ദുആ നടത്തണം, ഭക്ഷണം കൊടുക്കണം, സിയാറത്ത് ചെയ്യണം. ഇത്തരം കാര്യങ്ങളല്ലാതെ അവിടെ കുറെ ആളുകളെ ദ്രോഹിക്കുന്ന, ശല്യമുണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനം നടത്തുന്ന സുന്നത്തികൾ നടത്തിയിട്ട് അതൊന്നും സുന്നികളുടെ തലയിൽ വെച്ച് കെട്ടരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.